കേരള സ്റ്റേറ്റ് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് യൂണിയൻ CI2 21-22 തീയതികളിൽ ഓഫ്ലൈനിൽ പോവുകയാണ്. അതിനുള്ള കാരണം യൂബർ നമുക്ക് ഒരുപാട് നമ്മുടെ ഹരാസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. 165 രൂപ മുടക്കി നമ്മുടെ ഡ്രൈവർ പാസ് എടുത്തു കഴിഞ്ഞാൽ അത് ഇൻ്റർസിറ്റി ട്രിപ്പുകൾക്ക് വീണ്ടും നമ്മൾ അതിൽ നിന്ന് കമ്മീഷൻ പിടിക്കുന്നു. ഈ 165 രൂപ നമുക്ക് ഒരു ദിവസം 24 മണിക്കൂർ മാത്രമാണ് അത് വാലിഡിറ്റി ഉള്ളൂ. പിറ്റേ ദിവസം ഓടണമെങ്കിൽ വീണ്ടും നമ്മൾ ഡ്രൈവർ പാസ് എടുക്കേണ്ടി വരുന്നു. ഈ 165 രൂപ എന്നുള്ള ഇത് തന്നെ ഒരു വർഷം നോക്കുമ്പോൾ ഒരു വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് അതിനകത്ത് നമുക്കാവുന്നു. നിലവിൽ ഇൻ്റർസിറ്റി ട്രിപ്പുകൾക്ക് 26 രൂപ കിലോമീറ്ററിന് തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർ 4 രൂപ കുറച്ച് 22 രൂപയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ നിലയിൽ നമുക്ക് വാഹനം ഓടിക്കാൻ ഒരു തരത്തിലും കഴിയില്ല. പിന്നെ വന്നിട്ട് നമ്മുടെ ടൂറിസ്റ്റ് മേഖലയായ കോവളം, വർക്കല എന്നുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നിരവധി കയ്യേറ്റങ്ങൾ ശ്രമങ്ങൾ നമുക്കെതിരെ ഉണ്ടാകുന്നു. ഇതിൽ യൂബറിൻ്റെ ഭാഗത്തു നിന്ന് ഏതൊരു സപ്പോർട്ടോ അവർ നമുക്ക് കക്ഷി ചേരുകയോ നമ്മുടെ വാഹനത്തിനുണ്ടാകുന്ന നഷ്ടം അവർ നികത്തി തരികയോ അങ്ങനെ ഏതൊരു ഇതും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇതാണ് നാളെ മുതൽ നമ്മൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നു. ആദ്യത്തെ 21-22 തീയതികളിൽ നമ്മൾ ഫുൾ എല്ലാ റാപ്പിഡോ, കേരള സവാരി, ഓല, ഊബർ ഇത് മൊത്തം ഓഫ്ലൈനിൽ പോവുകയും 22-ന് ശേഷം കേരള സവാരി മാത്രം ഓൺ ചെയ്ത് ഓടാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിരവധി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രോബ്ലങ്ങളുണ്ട്. ഒന്ന്, രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുന്നതിന് PCC ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമായിട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് 6 മാസം വാലിഡിറ്റി മാത്രമാണ് അതിനുള്ളത്. 800 രൂപയാണ് നമ്മൾ ഒരു PCC എടുക്കുന്നതിന് അതിന് നിശ്ചയിച്ചിരിക്കുന്ന തുക. ഈ 800 രൂപ മുടക്കി നമ്മൾ PCC എടുത്തു കഴിഞ്ഞാൽ അത് 6 മാസം മാത്രമേ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ 800 രൂപ മുടക്കി PCC എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്, ബുദ്ധിമുട്ടിലേക്ക് വരികയാണ്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വാഹന ഉടമയ്ക്ക് താങ്ങാൻ പറ്റുന്നതല്ല. GPS, സ്പീഡ് കൗണ്ടർ, ലൈസൻസ്, പിന്നെ ഇൻഷുറൻസ്, പെർമിറ്റ് ഇതെല്ലാം ഒരു വാഹനത്തിൽ നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റീടെസ്റ്റിന് ഞങ്ങൾക്ക് റീടെസ്റ്റ് ഇതെല്ലാം നിരവധി പൈസയാണ് നമ്മൾ ഇന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളി നേടുന്ന അത്യധികം ഗുരുതരമായിട്ടുള്ള വീഴ്ചയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇത്തരമൊരു സന്ദർഭത്തിൽ മറ്റു മാർഗങ്ങളില്ലാതെ വന്ന സന്ദർഭത്തിലാണ് നാളെയും മറ്റന്നാളും പണിമുടക്കിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അനന്തമായ എല്ലാ പ്രദേശത്തുമുണ്ട്, എല്ലാ യൂണിയനിൽപ്പെട്ടവരുമുണ്ട്. ഒരു കാരണവശാലും മുന്നോട്ട് നീങ്ങാൻ പെട്രോളിൻ്റെ വില വർദ്ധിച്ചിരിക്കുന്നു. ഇവർ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കാൻ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ മേലാണ് ഇപ്പോൾ PCC ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് കേരളത്തിൽ എല്ലാ മേഖലയിലും തൊഴിൽ നിയമങ്ങളുണ്ട്. എന്നാൽ കേരളത്തിൽ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു തൊഴിൽ നിയമം നിർമ്മിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് നീങ്ങിയെങ്കിലും പ്രാവർത്തികമായിട്ടുള്ള വളരെ വേഗതയിൽ ഈ മേഖലയിൽ തൊഴിൽ നിയമം ആവശ്യമായിട്ടുണ്ട്. അതുപോലെ ESI ആനുകൂല്യം ഈ തൊഴിലാളിക്ക് പ്രാപ്യമാക്കേണ്ടതാണ്. ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമരമല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത സാഹചര്യത്തിലാണ് പണിമുടക്കുന്നതിന് തീരുമാനിച്ചത്.